പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നത്തെ പ്രഭാതത്തിൽ സന്തോഷമുള്ള ഹൃദയത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ സുവിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം, സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സമാധാനം ഉണ്ടാക്കുന്ന ഒരു ദൈവവേദന ജീവിക്കണമെന്നുള്ളതാണ്. ഞാനൊരു വചനം വായിക്കട്ടെ. 147 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം ഇങ്ങനെ പറയുന്നത്, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. സ്തോത്രം. യേശു കർത്താവിന്റെ ജനനത്തിങ്കൽ മാലാകമാർ പാടിയൊരു പാട്ട് ഇതങ്ങനെയുണ്ട്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്ന്. അപ്പൊ സമാധാനവും ആർക്കാണ് ലഭിക്കുന്നത്? സന്തോഷം ആർക്കാണ് ലഭിക്കുന്നത്? ദൈവത്തിന്റെ പ്രസാദമുള്ളവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. ഇനിയും ദൈവത്തിന്റെ പ്രസാദം ആർക്കാ ലഭിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് സമാധാനം ഉണ്ടാകുന്നത്. സ്തോത്രം. അവരിലാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്. വാത്സല്യ സഹോദരങ്ങളെ, നാം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവവേദലാണോ? 2, നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവവേദലാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് യഹോവയുടെ പ്രസാദമാ. മനുഷ്യരെ ഭയപ്പെട്ട് ജീവിച്ചാൽ മാത്രം പോരാ, അതിനപ്പുറമായി നമ്മെ സൃഷ്ടിച്ച നാഥനായ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യണം. ദൈവത്തോടുള്ള ഭയമെന്ന് പറയുന്നത് ബഹുമാനത്താലുള്ള ഭയമാകണം. ആകയാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിങ്കൽ ഒരു പ്രത്യാശ വേണം. എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു പ്രത്യാശ വേണം. യേശു കർത്താവിൽ പ്രത്യാശയുള്ളവർക്ക് ദൈവം അവരിൽ പ്രസാദിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം പ്രസാദിക്കാൻ പോവുക. മനുഷ്യർ നിങ്ങളോട് പ്രസാദിക്കത്തില്ല. മനുഷ്യർ നിങ്ങളോട് നല്ലൊരു വാക്ക് പറയത്തില്ല. മനുഷ്യർ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ പോസിറ്റീവ് ഒന്നും പറയത്തില്ല. നിങ്ങളുടെ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നമ്മളോട് പറയുന്നു, ദൈവത്തിൽ പ്രത്യാശയുള്ള തന്റെ ഭക്തന്മാരെ കുറിച്ച് നല്ലത് പറഞ്ഞ് ദൈവം അവരെ ബലപ്പെടുത്തി ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ്. ചതഞ്ഞ ഓട ഒടിച്ചു കളയാതെ അതിനെ ക്രമീകരണം ചെയ്ത് അതിനെ നേരെയാക്കുന്നവനായ ദൈവം. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീയെ കെടുത്തിക്കളയുന്നവനല്ല, അതിനെ ആളിക്കത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ മനുഷ്യർ നമ്മളെ പുകച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ വേദനയുടെ നടുവിൽ മറ്റുള്ളവർ നമ്മളെ തളർത്തിയിടുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളെ പ്രത്യാശയുള്ള ദൈവവേദനാക്കി തീർക്കുക എന്നുള്ളതാണ്. ദൈവിക പ്രസാദത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ പകൽക്കാലം നിങ്ങളുടെ മുഖം സന്തോഷം കൊണ്ടൊന്ന് നിറയട്ടെ. ഹൃദയം നിറയുമ്പോൾ വാ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവിക സമാധാനം വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിലുള്ള പ്രത്യാശ വരട്ടെ. കാരുണ്യവാനായ ദൈവത്തിന്റെ അത്യന്തം പരമായ ദൈവകൃപയുടെ ആ മഹത്വം, ആ വലിയ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് പകർന്നു തരികയാണ് ദൈവം ഇന്ന് പകൽക്കാലം. ആ പകരപ്പെടുന്ന ദൈവശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു നൽകുകയും നഷ്ടപ്പെട്ടതായ പ്രസാദത്തെ ദൈവം തിരിച്ചു നൽകുക. അർത്ഥാൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് തിരിച്ചു തരാൻ പോവുകയാണ്. രോഗത്താൽ ഭാരപ്പെട്ട് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടോ? മനസ്സിന്റെ വേദന കൊണ്ട് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അതിനൊക്കെ തിരിച്ചു നൽകാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവിക പ്രസാദം പ്രാപിപ്പാൻ നിങ്ങൾ ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ കഷ്ടതകൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും. ദൈവം ഒന്ന് പ്രസാദിച്ചാൽ മതി. മനുഷ്യന്റെ പ്രസാദം അധികകാലം നിൽക്കയില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രസാദം ഭൂമിയിൽ
ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമുള്ളത്. ആർക്കാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാനോ കിടന്നുറങ്ങി, എന്റെ യഹോവ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പ്രസാദ വർഷമുള്ള ദൈവവൈതലിന് രാത്രി നല്ല ഉറക്കമുണ്ട്. അവനൊരു സമാധാന അന്തരീക്ഷമുണ്ട്. അവന്റെ ഹൃദയത്തിൽ ചില വേദനകൾ തിളച്ചു മറിയുമ്പോൾ ആ തിളച്ചു മറിയുന്ന അന്തരീക്ഷത്തെ തണുപ്പാക്കി തീർത്ത് അവനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപയുടെ ശക്തി ആ ദൈവവൈതലിലേക്ക് ദൈവം പകർന്നു കൊടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആ കൃപയാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ശക്തിയാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ആകയാൽ ധൈര്യത്തോടെ ഇരിക്കുക. ദൈവത്തിന്റെ പ്രസാദ വർഷം നിങ്ങളിൽ മേലുണ്ടാകും. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രസാദം, ദൈവിക സന്തോഷം നിങ്ങളിൽ പകർന്ന് നിങ്ങളെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ച് വിശ്വാസത്തോടെ ഇന്നത്തെ യാത്ര ചെയ്യുക. ഇന്ന് പകൽക്കാലം ശുഭകരമായ ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകും. സന്തോഷകരമായ ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖത്തെയും കടലിൽ നിന്ന് കണ്ണുനീരിനെയും മാറ്റി യേശു കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകും, സന്തോഷം നൽകും. ആകയാൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.